നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കനത്ത മഴയിൽ കൊടകര മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചാലക്കുടി മേഖലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലാ കളക്ടർ സന്ദർശിച്ചു. ശക്തമായ കുത്തൊഴുക്കിൽ കുറുമാലിപ്പുഴയിലെ ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ മരത്തടികൾ കുടുങ്ങി. കനത്ത മഴയിൽ പുതുക്കാട് മേഖലയിൽ 3 വീടുകൾ തകർന്നു. വാർത്തകൾ വിശദമായി. കനത്ത മഴയിൽ കൊടകര മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കൊടകര കാവിൽപ്പാടത്തെ വീടുകളിലാണ് വെള്ളം കയറിയത്. ഈ വീട്ടുകാരെ കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചു. കാവിൽപ്പാടം മേഖലയിലെ റോഡും വെള്ളം കയറിയ നിലയിലാണ്. മഴ കനക്കുകയാണെങ്കിൽ കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറാൻ സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് കൊടകരയിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിലാണ് ക്യാമ്പ് ആരംഭിച്ചത്. നിലവിൽ 2 വീടുകളിൽ നിന്നായി 5 പേരാണ് ക്യാമ്പിലുള്ളത്. മഴ കനക്കുകയാണെങ്കിൽ കൂടുതൽ പേരെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടതായി വരും. കനത്ത മഴയിൽ പറപ്പൂക്കര പഞ്ചായത്തിലെ പന്തലൂർ മേഖലയിൽ വെള്ളം കയറി. പന്തലൂർ വടക്കുംപാടം മേഖലയിലെ വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. ഈ മേഖലയിലെ വീട്ടുകാരെ ജനതാ UP സ്കൂളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. മഴ ഇനിയും ശക്തമാവുകയാണെങ്കിൽ കൂടുതൽ പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടി വരും. നിലവിൽ 2 വീടുകളിൽ നിന്നായി 8 പേരാണ് ക്യാമ്പിലുള്ളത്. ശക്തമായ കുത്തൊഴുക്കിൽ കുറുമാലിപ്പുഴയിലെ ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ മരത്തടികൾ കുടുങ്ങി. പിന്നീട് അധികൃതരുടെ നേതൃത്വത്തിൽ ക്രെയിന്റെ സഹായത്തോടെ ഏറെ ശ്രമപ്പെട്ട് ഭീമൻ മരത്തടികൾ മാറ്റി പുഴയിലെ ഒഴുക്ക് സുഗമമാക്കി. പുഴയിൽ ഒഴുക്ക് ശക്തമായാൽ ഇത്തരത്തിൽ മരങ്ങൾ വന്ന് അടിയുന്നത് പതിവാണ്. കൊടകര ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമന്റെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. പോലീസ്, വില്ലേജ്, KSCB വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് ജനപ്രതിനിധികളും RRT അംഗങ്ങളും രാഷ്ട്രീയ വ്യാപാര വ്യവസായ പ്രതിനിധികളും കുടുംബശ്രീ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. നിലവിലെ കൊടകര ഗ്രാമപഞ്ചായത്തിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തി. നിലവിൽ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ടെന്നും അവിടെ 3 കുടുംബങ്ങളിൽ നിന്നും 5 പേർ ഉണ്ടെന്നും പ്രസിഡന്റ് യോഗത്തിൽ അറിയിച്ചു. കാലവർഷക്കെടുതിയുടെ ഭാഗമായി തൃശൂർ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. നിലവിൽ 6 താലൂക്കുകളിലായി 73 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 917 കുടുംബങ്ങളിലെ 2490 പേരാണ് ക്യാമ്പിലുള്ളത്. ഇതിൽ 1020 പുരുഷന്മാരും 998 സ്ത്രീകളും 472 കുട്ടികളും ഉൾപ്പെടുന്നു. ചാലക്കുടി 14, മുകുന്ദപുരം 5, തൃശൂർ 32, തലപ്പള്ളി 14, ചാവക്കാട് 1, കുന്നംകുളം 7 എന്നിങ്ങനെയാണ് വിവിധ താലൂക്കുകളിലായി പ്രവർത്തിക്കുന്ന ക്യാമ്പുകളുടെ എണ്ണം. ചാലക്കുടി 514 പേർ, മുകുന്ദപുരം 124 പേർ, തൃശൂർ 1273 പേർ, തലപ്പള്ളി 349 പേർ, ചാവക്കാട് 13 പേർ, കുന്നംകുളം 217 പേർ എന്നിങ്ങനെയാണ് ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം. തൃശൂർ ജില്ലയിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ജില്ലയിലെ അങ്കണവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജൂലൈ 31 ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. മുഴുവൻ വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് കോഴ്സുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല. മഴ ശക്തമായി തുടരുന്നതിനാലും ചാലക്കുടി പുഴ കര കവിഞ്ഞതിനാലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വെള്ളം കയറിയ സ്ഥലങ്ങൾ ജില്ലാ കളക്ടറും MP-യും MLA-യും അടങ്ങുന്ന സംഘം സന്ദർശിച്ചു. ജില്ലാ കളക്ടർ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു.
ചാലക്കുടി മേഖലയിൽ ആകെ 14 ക്യാമ്പുകളിലായി 514 പേരാണുള്ളത്. മേലൂർ പഞ്ചായത്തിലെ എരുമപ്പാട്ടം കോളനിയിലെ താമസക്കാരെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലും, ചാലക്കുടി നഗരസഭാ പ്രദേശത്തെ താമസക്കാരെ കൂടപ്പുഴ തിരുമാന്താംകുന്ന് NSS ഹാളിലും വിആർപുരം കമ്മ്യൂണിറ്റി ഹാളിലും ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു. കളക്ടർക്കൊപ്പം MP ബെന്നി ബഹനാൻ, MLA സനീഷ് കുമാർ ജോസഫ്, ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ്, കൗൺസിലർ സൂസി സുനിൽ, മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത, പഞ്ചായത്ത് അംഗങ്ങളായ PR ബിബിൻ രാജ്, റിൻസി രാജേഷ്, PP പരമേശ്വരൻ, തഹസിൽദാർ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും ഉണ്ടായിരുന്നു. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയർന്നതായിട്ട് ബന്ധപ്പെട്ടാണ് ക്യാമ്പുകൾ പ്രധാനമായിട്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡാം ഓപ്പൺ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കനത്ത മഴയിൽ പുതുക്കാട് മേഖലയിൽ 3 വീടുകൾ തകർന്നു. അളഗപ്പ നഗർ പഞ്ചായത്തിൽ 2 വീടുകളും വരന്തരപ്പള്ളി പഞ്ചായത്തിൽ 1 വീടുമാണ് തകർന്നത്. വരന്തരപ്പള്ളി മാട്ടുമല പണിക്കാടൻ അയ്യപ്പൻ ഭാര്യ രാധയുടെ ഓടിട്ട വീടിന് മുകളിൽ തെങ്ങ് വീടാണ് വീട് തകർന്നത്. ആർക്കും പരിക്കില്ല. വരാക്കര ചുകിരിക്കുന്നിൽ ചീനത്ത് അഭിലാഷ്, പൂക്കോട് വെളുത്തേടത്ത് ചന്ദ്രിക എന്നിവരുടെ വീടുകളും ശക്തമായ മഴയിൽ തകർന്നു വീണു. അപകടം നടക്കുന്ന സമയത്ത് അഭിലാഷിന്റെ അമ്മയും ഭാര്യയും 3 കുട്ടികളും വീട്ടിലുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചന്ദ്രികയുടെ വീട് ആൾ താമസമില്ലാത്തതായിരുന്നു. വീട് പൂർണ്ണമായും തകർന്നു വീണു. മണലിപ്പുഴ കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറി. നെന്മണിക്കര, തൃക്കൂർ പഞ്ചായത്തുകളുടെ താഴ്ന്ന പ്രദേശങ്ങളാണ് വെള്ളക്കെട്ടിലായത്. കല്ലൂർ VLPU സ്കൂളിലും തലൂർ ദീപ്തി LPU സ്കൂളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു. കല്ലൂർ പാടം വഴിയിലുള്ള കുടുംബങ്ങളിലെ ഉൾപ്പെടെ 43 പേരെ VLPU സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റി. നെന്മണിക്കര പഞ്ചായത്തിലെ പുലക്കാട്ടുകര, പാലിയേക്കര, തലവണിക്കര, മടവാക്കര പ്രദേശങ്ങളിൽ ക്രമാതീതമായി വെള്ളം ഉയരുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അറിയിച്ചു. ഇവിടെയുള്ള വീട്ടുകാരോട് ക്യാമ്പിലേക്ക് മാറാൻ നിർദ്ദേശം നൽകി. പുലക്കാട്ടുകര ഷട്ടറിൽ മരം വന്നടിഞ്ഞ് മണലിപ്പുഴയിൽ ഒഴുക്ക് തടസ്സപ്പെട്ട നിലയിലാണ്. മരങ്ങൾ നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മണലിപ്പുഴ കരകവിഞ്ഞ് ടോൾ സമാന്തര പാതയായ മണലി മടവാക്കര റോഡ് അടച്ചു. മടവാക്കര കാഴ്ചക്കടവ് ഭാഗത്താണ് റോഡിലേക്ക് വെള്ളം കയറിയത്. വരന്തരപ്പള്ളി ചിമ്മിനി ഡാം റോഡിൽ ഗതാഗതം നിലച്ചു. കൂട്ടോലിപ്പാടം നിറഞ്ഞ് റോഡിൽ വെള്ളം ഉയർന്നതോടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയായി. ഉച്ചതിരിഞ്ഞ് ബസ്സുകളും വലിയ വാഹനങ്ങളും മാത്രമാണ് ഇതുവഴി കടന്നുപോയത്. കൂടുതൽ വെള്ളം ഉയർന്നാൽ ബസ് സർവീസും നിർത്തിവെക്കേണ്ട സ്ഥിതിയാകും. ഉച്ചതിരിഞ്ഞ് മഴയ്ക്ക് കുറച്ച് ശമനമുണ്ടെങ്കിലും റോഡിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ചില റോഡുകളിലും വെള്ളം കയറിയ നിലയിലാണ്. മുപ്പിളിയം വാസുപുരം റോഡിൽ കുഞ്ഞക്കര പാലത്തിന് സമീപം റോഡിൽ വെള്ളം കയറിയത് മൂലം ഗതാഗതം നിലച്ചു. മുപ്പിളിയം അന്ത്യമ്പാടം റോഡിലെ പാലത്തിന് മുകളിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. കച്ചേരിക്കടവ് പാലം റോഡ്, കൂട്ടോലിപ്പാടം, റൊട്ടിപ്പടി റോഡ് എന്നിവിടങ്ങളിലും വെള്ളം കയറി ഗതാഗതം നിലച്ചു. മുപ്പിളിയം നന്ദിപുരം റോഡിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6320 രൂപ, പവന് 50,560 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത മഴയിൽ കൊടകര മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചാലക്കുടി മേഖലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലാ കളക്ടർ സന്ദർശിച്ചു.
ശക്തമായ കുത്തൊഴുക്കിൽ കുറുമാലിപ്പുഴയിലെ ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ മരത്തടികൾ കുടുങ്ങി. കനത്ത മഴയിൽ പുതുക്കാട് മേഖലയിൽ 3 വീടുകൾ തകർന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.